ഹലോ വീണ സ്റ്റോണിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു സസ്പെൻസ് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സസ്പെൻസ് എന്നല്ലേ കണ്ടില്ലേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൻ്റെ ഒരു സസ്പെൻസ് പറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോഴേ പറയുന്നില്ല, പറഞ്ഞതിൻ്റെ ത്രില്ല് പോവും. ഞാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ കൂടെ പറഞ്ഞിട്ട് കാര്യം പറയാം കേട്ടോ. എനിക്ക് ഒരു 3 മാസമായിട്ട് ഭയങ്കര ഛർദ്ദിലായിരുന്നു കേട്ടോ. ഒന്നരയുടെ ഛർദ്ദി ഉണ്ടാവും കേട്ടോ. ആ ഛർദ്ദിച്ചതിന് ക്ഷീണം 2-3 ദിവസം എന്തായാലും ഉണ്ടാവും. അതിന് ശേഷം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമായിരിക്കും. ആദ്യ ഛർദ്ദിക്കുന്ന സമയത്ത് ഏട്ടൻ പിന്നെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീരെ വയ്യ, എനിക്ക് അവശയായിട്ട് അച്ഛനമ്മയെല്ലാം വന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു തന്നു. അതങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഛർദ്ദിലായി. അങ്ങനെ നമ്മൾ എന്താണെന്നുള്ള കാര്യം അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഛർദ്ദിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. പനിയോ വയറുവേദനയോ അങ്ങനെ അതിന് ഒരു സിംറ്റംസും ഇല്ല. അവസാനം എനിക്ക് ആകെക്കൂടെ ഒരു ചെറിയ പേടിയൊക്കെ ആയി കേട്ടോ. വീട്ടിലേക്ക് ആശാ വർക്കർമാർ വരും. അപ്പോൾ വരുമ്പോൾ എനിക്കൊരു പ്രഗ്നൻസി ചെക്ക് ചെയ്യുന്ന ഒരു ചെറിയ കാർഡ് തന്നിട്ട് പോയിട്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തു വെച്ചു. നമുക്കത് ആവശ്യം വരുന്നില്ല എന്ന് ഞാൻ എടുത്തു വെച്ചു. അവസാനം ഞാൻ ഗതികേട് കൊണ്ട് ഞാൻ ഇങ്ങനെ ഛർദ്ദിൽ വരണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നെ പറയാം. അത് കഴിഞ്ഞ് വീണ്ടും ഛർദ്ദിലായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു, എന്നാലും ഭയങ്കര ഛർദ്ദിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു 1.5 ആഴ്ച മുന്നേ പോയി വീണ്ടും ഡോക്ടറെ കാണിച്ചു. കാണിച്ചപ്പോൾ കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6-7 ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റുകളൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഡോക്ടർ 2 ആഴ്ചത്തേക്ക് മരുന്ന് തന്നായിരുന്നു. അത് കഴിച്ചു. ഇപ്പോൾ ഏകദേശം ഛർദ്ദിൽ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാര്യമായിട്ട് വിശേഷങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. സിംഗിൾ ലൈനാണ് കാണിച്ചേക്കുന്നത്, വിശേഷങ്ങളൊന്നുമില്ല. അതെനിക്ക് എന്താ പറയുക, അൾസറിൻ്റെ ആയിരുന്നു കേട്ടോ ആ ഒരു ഛർദ്ദിൽ. അതിന് ശരിക്കും പറഞ്ഞാൽ ഛർദ്ദിലാകുമ്പം പിന്നെ വയറുവേദനയും ഒക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അൾസറൊക്കെ ആകുമ്പോൾ വയറുവേദന ഉണ്ടാവും, വയറ് പുകച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വെറും ഛർദ്ദിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം അത് അൾസറിൽ പോയി അവസാനിച്ചു. അപ്പം ഈ ഒരു ഇതിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം ഇത്രയുള്ള ഒരു വീഡിയോ, ഞാൻ ഇത് കാണിച്ച ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഓക്കെ ബൈ. ഇനി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് പറയാം കേട്ടോ. ഓക്കെ ബൈ.